ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവനച്ഛനെ പോലെ ഇരിക്കണം. ഈ വർഷത്തെ ആദ്യത്തെ കൺമണി എൻ്റെ കൺമണി മാമിൻ്റെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ശാന്തം പൂത്തെടുത്ത് ഞാൻ നിങ്ങൾ വാക്ക് പറഞ്ഞ മാതിരി ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 365 ദിവസവും മാങ്ങ കിട്ടുന്നൊരു മാവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളൊന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് ആ മാവിനെ കുറിച്ച് പരിചയപ്പെടാം. മാവും തൈ വേണ്ടവർക്ക് വാങ്ങാം. മാവ് എവിടെ കിട്ടും, എല്ലാ കാര്യങ്ങളും വിശദമായിട്ടൊരു നല്ലൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ട, കണ്ടോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ആദ്യമായി മാവ് വിശേഷം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് മാവ് കാണിച്ചു തരാം, എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് പറയാം. ഇപ്പോൾ ഞങ്ങളവിടെ എൻ്റെ അവിടെ ഇപ്പം മാവ് ഇങ്ങനെ നിറച്ചുണ്ടായി നിൽക്കുന്നത്, നിറച്ച് മാങ്ങയുണ്ടായിട്ടുണ്ട്. സീസണിൽ നമുക്ക് അട്ടിപ്പൊളി ഇഷ്ടം പോലെ മാങ്ങ കിട്ടും. കൊല കുത്തി ഉണ്ടാവുന്നതുണ്ട്. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ മാവ് ഉണ്ടല്ലോ കേട്ടോ. വെയിലുണ്ട്, വെയിലത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ലുണ്ട്. നിറച്ച് മാങ്ങിയാണ്. ആ സൈഡിലൊക്കെ ഞാൻ നിൽക്കുന്നുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരണുണ്ട്. മാങ്ങയ്ക്ക് ഒരു കുറവ്, ഇഷ്ടം പോലെ മാങ്ങ. അപ്പം മാവ് കണ്ടില്ലേ, ഏകദേശം ഒരു 8 വർഷമായിട്ടുള്ള മാവാണ് അത്. അപ്പോൾ ഇതുമ്മേ എനിക്ക് എല്ലാ സീസണിലും എനിക്ക് മാങ്ങ കിട്ടും. അപ്പോൾ നിങ്ങൾ സീസണിൽ ഇതിപ്പോൾ ഈ കണ്ട മാതിരി എപ്പോഴും സീസണിൽ മാങ്ങ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ കരുതരുത്. ഈ മാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് ഈ സീസൺ മാങ്ങ സീസണിൽ അട്ടിച്ച് പൊളി മാങ്ങ മാങ്ങ ഇഷ്ടം പോലെ കിട്ടും. മാങ്ങ സീസൺ കഴിഞ്ഞ് പിന്നെ വരില്ല. പിന്നെ ഓരോ ശിഖരങ്ങൾ തളിരിട്ട് മൂക്കുമ്പോൾ അവിടെ ഒരു കൊല മാങ്ങിണ്ടാവും. അടുത്ത ശിഖരം തളിരും, അത് മൂകുമ്പോൾ അതും ഒരു മാങ്ങിന്. അപ്പോൾ വർഷക്കാലത്തൊക്കെ 2-3 ശിഖരങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ മാങ്ങ എപ്പോഴും ഉണ്ട്. നമുക്കൊരു മീൻകറി വെക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ മാങ്ങ അതുമുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. സീസണിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ മാങ്ങ ഇതിൽ അവസാനിക്കുന്നില്ല. സീസണിൽ കണ്ടമാനം അല്ലാത്തപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ, വീട്ടാവശ്യത്തിനുള്ള മാങ്ങ എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് എങ്ങനെ കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരിക്കൽ ഞാനേ കോട്ടയത്ത് നിന്ന് വരികയാണ്, വെളുപ്പാങ്കാരാണ്. ഏകദേശം ഒരു 9-10 മണിയോടുകൂടി ഞാൻ അങ്കമാലിക്കും കറുകുറ്റിക്കും ഇടയിലുള്ള ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. ഒന്ന് ഫ്രഷ് ആവാമെന്നുള്ള മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പം ഞാൻ വണ്ടി നിർത്തിയിട്ടുള്ളത് ഒരു നഴ്സറിയുടെ മുമ്പിൽ, അപ്രതീക്ഷിതമായിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഒരു ലോഫിംഗ് ബുദ്ധയുടെയൊക്കെ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു നഴ്സറി. അപ്പോൾ ഞങ്ങൾ മണ്ണുത്തിക്കാരെ സംബന്ധിച്ച് നഴ്സറി എന്ന് വെച്ചാൽ വലിയ സംഗതികളാണ്. ഞങ്ങൾ നഴ്സറികളുടെ നടുക്കിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അത്രയും ഏക്കർ കണക്കിന് നഴ്സറികളുടെ നടുക്ക്. അതുപോലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അടുത്ത്. ഒരു പുതുമയൊന്നുമില്ല, എന്നാലും ഒരു രസത്തിന്. നമുക്ക് ഉദ്ദേശം എന്താ, ഫ്രഷ് ആവാന്നുള്ളത്. നമുക്ക് നോക്കിയപ്പോൾ ഫ്രഷ് ആവാന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾ നോക്കിയപ്പോൾ സ്വപ്നചിത്ര എന്നാണ് ആ നഴ്സറിയുടെ പേര്. ഒരു ലോഫിംഗ് ബുദ്ധയുടെ വലിയൊരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഹൈവേയോട് ചേർന്നിട്ട് തന്നെയാണ് ഈ സംഗതി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ അവിടെ ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും വല്ല സ്പെഷ്യാലിറ്റി ഉണ്ടോ ഈ നഴ്സറി. അപ്പോൾ അവർ പറഞ്ഞേ, ഇതിൻ്റെ ഓണർ, ഈ സ്വപ്നചിത്ര നഴ്സറിയുടെ ഓണർ എന്ന് വെച്ചാൽ ഈ മേഴ്സി എന്ന് പറഞ്ഞ ഒരു മാഡാണ്. ആൾ വികസിപ്പിച്ചെടുത്തൊരു മാവാണിത്. ഈ മാവ് നിങ്ങൾക്ക് വർഷം മുഴുവൻ മാങ്ങ കിട്ടുന്നൊരു മാവാണ്. കണ്ടില്ല, ഇപ്പോൾ ഈ സീസണിൽ നല്ല പഴുത്ത മാങ്ങ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ലേ, ഒന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നുമില്ല. പിന്നെ ഉടനെ വാങ്ങി. അന്ന് ഒരു 8 വർഷം മുമ്പ് ഞാൻ 500 രൂപേന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 500 രൂപയ്ക്കാണ് മാവ് വാങ്ങിയത്. സത്യം പറഞ്ഞാൽ നഴ്സറികളിൽ സാധാരണ സാധനങ്ങൾ നോക്കുമ്പോൾ അതുണ്ടാവും നല്ല തള്ളും. പിന്നെ നോക്കാം, ഇങ്ങനെ ഒരു സംഗതി ആദ്യമായിട്ട് കേൾക്കില്ല. എല്ലാ ദിവസവും മാങ്ങ കിട്ടുന്ന നല്ലതല്ല. കിട്ടി പോയി എന്നുണ്ടെങ്കിൽ വാങ്ങി. പക്ഷേ ശരിക്കും വർത്തായിട്ടുള്ള സംഗതിയായി പോയി. ഈ മാവിൻ്റെ പേര് സോണിയ എന്നാണ്. അതായത് ഈ സോണിയ മാവ്, ഈ മാവ് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടില്ല. കാരണം അത് അവരുടെ മോണോപ്പൊളിയാണ്. അവരാണിത് വികസിപ്പിച്ചെടുത്തുള്ളത്. പക്ഷേ ഇന്ന് അതിൽ നിന്നും കൊണ്ടുപോയിട്ട് പലരും കൊണ്ടുപോയിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ഇപ്പോൾ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഏകദേശം ഈ ഒരു മാസം മുമ്പൊക്കെ കുറേ പേര് വന്നു ഇവിടെ. ഇപ്പോൾ ഈ വർഷക്കാലത്തേക്ക് മാങ്ങ കണ്ടിട്ടേ വന്നിട്ട് ഇവിടുന്ന് കമ്പ് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതൊരു പുതുമയുള്ള സംഗതിയല്ല. പക്ഷേ കുറേ പേർക്ക് അറിയില്ല ഇതിനെക്കുറിച്ചിട്ട്. ഇങ്ങനൊരു മാവ് ഉണ്ടോ എന്ന് പലരും ചോദിക്കും. അതാണ്. അപ്പോൾ മാവിൻ്റെ വിശേഷങ്ങൾ ഇതാണ്, വേറെ ഒന്നുമില്ല. കറുകുറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചാലക്കുടിക്കും അങ്കമാലിക്കുള്ള കറുകുറ്റിയിൽ സ്വപ്നചിത്ര എന്ന നഴ്സറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാവ് കിട്ടും. മാവിൻ്റെ പേര് സോണിയ. അത് നടത്തുന്നത് മേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഡാണ്. വർഷങ്ങളായിട്ടുള്ള നഴ്സറിയാണ്, നല്ല നഴ്സറിയാണ്. അപ്പോൾ വാങ്ങിയ പ്രൊഡക്റ്റ് എനിക്ക് വർത്തായി തോന്നി. അതുകൊണ്ട് നിങ്ങളോട് അവതരിപ്പിക്കണമെന്ന് തോന്നി. മാങ്ങയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട, മാങ്ങ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല മാങ്ങയാണ്. ഈ പറഞ്ഞ മാതിരി വർഷം മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം യാതൊരു സംശയമില്ല. ഇനി എങ്ങനെയാണ് ഒരു ഒട്ടുമാവ് ഞാൻ നടുന്നതെന്ന്, കാരണം എല്ലാവരും മാവ് നടുന്നുണ്ട്. ഞാൻ എൻ്റെ രീതി ഉണ്ടല്ലോ, എനിക്കൊരു രീതിയുണ്ട്. ആ രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അതിനുവേണ്ടി ഞാൻ പുതിയൊരു ഐറ്റം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കേട്ടോ, ഇതെന്താ സംഗതി എന്നറിയോ?
ഈ മാവിൻ്റെ പേരാണ് ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു മാങ്ങ 1 കിലോൻ്റെ അടുത്തുണ്ടാവും, കൊല്ല കുത്തി ഉണ്ടാവും. നമ്മുടെ സീസണിൽ എല്ലായിടത്തും ഉണ്ടാകുന്ന സംഗതി. അത് ടേസ്റ്റ് പൈനാപ്പിളിൻ്റെ ടേസ്റ്റാണ്. നിങ്ങൾ എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടുത്തെ ഒരു വീട്ടിൽ നിറച്ചുണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാവണമല്ലോ, ഞാനത് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചു തരാം. പൈനാപ്പിളിൻ്റെ ടേസ്റ്റുള്ള മാമ്പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ തൈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. അത് ശ്രദ്ധിച്ച് വാങ്ങണമെന്ന് മാത്രം. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരിയാണ്. കാരണം ഇപ്പോൾ തൈകളങ്ങോട്ട് കൊണ്ടിറക്കും, ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് വയ്ക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വയ്ക്കുക, മിക്സ് ചെയ്ത് കിട്ടാൻ പറ്റില്ല. ഇപ്പോൾ ബ്ലാക്ക് റോസ് കറക്റ്റായിട്ട് അവിടെ ചെന്ന് ചോദിച്ച് വാങ്ങി മനസ്സിലാക്കി വാങ്ങണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് റോസ് കിട്ടും. നിറച്ച് മാങ്ങ കിട്ടും. ഒരു മാങ്ങ 1 കിലോൻ്റെ അടുത്തുണ്ട്, 1 കിലോ മേലെ വരും. അതുപോലെ തന്നെ നല്ല പൈനാപ്പിളിൻ്റെ ടേസ്റ്റും. അപ്പോൾ ഈ തൈ വെക്കുന്നൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ എന്താണ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത് തന്നെ ഇത് വയ്ക്കുന്നൊരു വീഡിയോ ഞാൻ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ മാങ്ങ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ പറഞ്ഞ മാതിരി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഫോളോ. അപ്പോൾ സ്വപ്നചിത്രയുടെ നമ്പറുണ്ട്, സ്വപ്നചിത്ര നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി എങ്ങനെ